السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അൽ ഉസൂലു സലാസ, 3 അസ്ലുകൾ, അടിസ്ഥാനങ്ങൾ എന്ന റിസാലയാണ് വായിക്കുന്നത്. ഇതിന് ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരണം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് എടുത്തവരുണ്ട്. അതിൽ ഇവിടെ നമ്മൾ അവലംബിക്കുന്നത് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയുടെ ശർഹാണ്. സംക്ഷിപ്തമായി കാര്യങ്ങളെ ചുരുങ്ങിയ വാചകങ്ങളിൽ ഒതുക്കുന്ന ഇത്തരം മത്നുകൾ പല വിഷയങ്ങളിലും പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതുന്നത് വിദ്യാർത്ഥികളായ ആളുകൾക്ക് വളരെ ചുരുങ്ങിയ വാചകത്തിൽ കാര്യങ്ങൾ പഠിക്കാനും ഹിഫ്ളാക്കാനും എന്നും അവരുടെ മനസ്സിൽ അത് ഒരു അടിസ്ഥാനമായി ഉണ്ടാകുവാനും സഹായിക്കും എന്നതുകൊണ്ടാണ് പല വിഷയങ്ങളിലും പണ്ഡിതന്മാർ ഇത്തരം റിസാലകൾ എഴുതിയിട്ടുള്ളത്. ചെറുതിൽ നിന്ന് തുടങ്ങി സമഗ്രമായ പഠനത്തിലേക്ക് പോവുക എന്നതാണ് ശരിയായ ഫലപ്രദമായ പഠനത്തിന്റെ രീതി. വലിയ വലിയ ഗ്രന്ഥങ്ങൾ, ഇത്തരം റിസാലകൾ അല്ലെങ്കിൽ മുഖ്തസർ, ചുരുങ്ങിയ വാചകങ്ങളിൽ എഴുതുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാതെ സമഗ്രമായ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് അതിന്റെ പൂർണ്ണതയിലെത്താൻ അല്ലെങ്കിൽ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രന്ഥങ്ങൾ കൊണ്ടാണ് വിദ്യാർത്ഥികൾ പഠനം ആരംഭിക്കേണ്ടത് എന്ന് മൊത്തത്തിൽ ഇതിന്റെ മുഖദ്ദിമയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 3 അടിസ്ഥാന തത്വങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ റിസാലയുടെ പേര് എങ്കിലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ 4 കാര്യങ്ങളെക്കുറിച്ച് ഷെയ്ഖ് പറയുന്നുണ്ട്. അവ പറഞ്ഞതിന് ശേഷമാണ് 3 അടിസ്ഥാനങ്ങളെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കും. ഖാല റഹിമഹുല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഅ്ലം റഹിമക്കല്ലാഹ്. ഓരോന്നിനും സാധാരണ ഇത്തരം വിശദീകരണ ഗ്രന്ഥങ്ങളിലതുപോലെ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മത്തിന് വായിക്കുക, പിന്നെ അതിന്റെ വിശദീകരണം പറയുക. ഇവിടെ ഗ്രന്ഥം ആരംഭിക്കുകയാണ്. ഖാല റഹിമഹുല്ലാ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷെയ്ഖിനെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല, നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, പലപ്പോഴും കേട്ടതാണ്. പിന്നെ വിശദീകരണം എഴുതിയിട്ടുള്ള ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളും ക്ലാസുകളുമായി ജീവിതം ദീനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ള പണ്ഡിതനാണ്. പ്രത്യേകിച്ച് തൗഹീദിന്റെയും ശിർക്കിന്റെ അപകടങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ശക്തമായ നിലപാട് പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരുകൊണ്ട് എന്ത് എന്ന് പറയുന്നില്ല. അപ്പൊ അതിന്റെ ആശയം ഞാൻ തുടങ്ങുന്നു, ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നു എന്നൊക്കെയാണ്. അപ്പൊ എന്താണോ ആ കാര്യം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇങ്ങനെ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനെ പിൻപറ്റിക്കൊണ്ട് പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. ബിസ്മി വിശുദ്ധ ഖുർആനിൽ എല്ലാ സൂറത്തുകളുടെയും തൗബയൊഴിച്ച് മറ്റു സൂറത്തുകളുടെയൊക്കെ തുടക്കത്തിൽ ബിസ്മി കാണാൻ സാധിക്കും. അതുപോലെ ആയത്തായും ഖുർആൻ ഒരിടത്ത് വന്നിട്ടുണ്ട്, ഖുർആനിൽ ബിസ്മി വന്നിട്ടുണ്ട്. ഖുർആനിനെ പിൻപറ്റുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ പിൻപറ്റുന്നതിന്റെയും ഭാഗമാണ് ബിസ്മില്ല അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ആരംഭിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുകൾ വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് കത്തുകൾ എഴുതുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ സന്ധി കരാർ, ഹുദൈബിയ സന്ധി, അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയതും മുശ്രിക്കുകൾ അതിനെ എതിർത്തതും അവസാനം ബിസ്മില്ല എന്നതിൽ മതിയാക്കിയതൊക്കെ ചരിത്രങ്ങളുണ്ട്. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് എന്ന് പറഞ്ഞാൽ സൂറത്തുൻ നംലിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് കത്തെഴുതിയപ്പോ സബയിലെ രാജ്ഞി അവിടെ വിശുദ്ധ ഖുർആനിൽ ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അതിന്റെ 30-ാമത്തെ ആയത്തിൽ കാണാം.
ഇത് ഈ കത്ത് സുലൈമാനിൽ നിന്നാണ്. സാധാരണ കത്ത് ഫ്രം ടു ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോ മിൻ സുലൈമാൻ, സുലൈമാനിൽ നിന്ന്, വൈനഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സുലൈമാനിൽ നിന്ന് ഉള്ള കത്താണ് എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതി. എന്താണ് അയക്കുന്ന വാചകം? അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. നിങ്ങൾ എന്നേക്കാൾ ഉയർച്ച നടിക്കരുത്, എന്റെ അടുക്കൽ മുസ്ലിങ്ങളായി വരിക. അതാണ് അതിന്റെ മാറ്റർ. അപ്പൊ ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കത്തിന്റെ തുടക്കത്തിൽ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും മാതൃകയനുസരിച്ചാണ് ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാരും പുസ്തകങ്ങൾ എഴുതുമ്പോഴും അതുപോലെ തന്നെ റിസാലകൾ എഴുതുമ്പോഴുമൊക്കെ ഈ ഒരു കാര്യം സുന്നത്തായി സ്വീകരിച്ചു. എന്നൊരു ഷേഖ് പറയുന്നത്, തങ്ങളുടെ രചനകളും അതുപോലെ തന്നെ റിസാലകളും ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുന്നത്തിനെയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മാതൃകയാക്കുക എന്നതിനെയും പിൻപറ്റുക എന്നതിനെയും ഉപേക്ഷിക്കുന്ന ആളുകളാകുന്നു. അങ്ങനെ എഴുതുമ്പോൾ ലൈസ ഫീഹ ബറക വലൈസ ഫീഹ ഫായിദ. കാരണം ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് എല്ലാറ്റിലും ബിസ്മി കൊണ്ട് തുടങ്ങേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് വേറെ വിഷയം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളൊക്കെ അത് വാലറ്റതാണ്, ബറക്കത്തില്ലാത്തതാണ് എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ആ ഹദീസ് ദുർബലമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതനുസരിച്ച് അമൽ ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഹദീസ് പരിശോധിച്ചാൽ ഹദീസ് ദുർബലമാണ് എന്നതാണ് അതിന്റെ ശരിയായ നിലപാട്. അപ്പൊ എവിടെയൊക്കെ ബിസ്മി ഓതേണ്ടതുണ്ടോ അല്ലെങ്കിൽ എഴുതേണ്ടതുണ്ടോ അവിടെയൊക്കെ ബിസ്മി ഉപയോഗിക്കൽ സുന്നത്താണ്. അപ്പൊ ഇങ്ങനെ ഗ്രന്ഥം എഴുതുക, കത്തുകൾ എഴുതുക, കരാറുകൾ എഴുതുക എന്നൊക്കെ പറഞ്ഞെടുത്ത് ബിസ്മി സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പൊ അത് ഉപേക്ഷിക്കുന്ന ആളുകൾ പിന്നെ ഉപേക്ഷിച്ചാൽ അതിൽ ബറക്കത്തുണ്ടാവുകയില്ല, ഫായിദയുണ്ടാവുകയില്ല എന്ന് ഷെയ്ഖ് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. അത്തരം ആളുകൾ എന്തിനാണ് ഈ ബിസ്മി ഒഴിവാക്കുന്നത്? ഇതൊക്കെ എഴുതുന്ന ആളുകൾ. അപ്പൊ ഒഴിവാക്കുന്ന ആളുകളെ കുറിച്ച് സൂചിപ്പിക്കാം. ബിസ്മി ഒഴിവാക്കുന്ന ആളുകൾ അതൊരു സുന്നത്താണ്, പക്ഷെ അതിനെ അവർ ഉപേക്ഷിക്കുന്നു. അതിനർത്ഥം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഓടിക്കളയുകയും നബിയുടെ സുന്നത്തിനെ വെറുക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഫയംബഗി അത്തനബ്ബുഹ് ലിമിത്ലി ഹാദാ. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ തനബ്ബുഹ്, അതിനോടൊരു ഉണർവ് ഉണ്ടാകൽ അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ വായിക്കുന്ന കേൾക്കുന്ന ആളുകൾ ഈ സുന്നത്തിനെ കുറിച്ച്, അത് നടപ്പിലാക്കേണ്ടതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സങ്കല്പിക്കണം എന്ന് നേരത്തെ പറഞ്ഞു. എഴുതുകയാണെങ്കിൽ എഴുതുന്നത്, പറയുകയാണെങ്കിൽ പറയുന്നത്, വായിക്കുകയാണെങ്കിൽ വായിക്കുന്നത് അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് ആരംഭിക്കുന്നു. അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അസ്തഈനു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ സഹായം തേടുന്നു. അള്ളാഹുവിനോടുള്ള ഇസ്തിആനത്താൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അള്ളാഹുവെ, നിന്റെ സഹായം എനിക്ക് ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. അപ്പൊ വെറുതെ ഒരു വാക്ക് എഴുതല്ല. നിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നത് നിന്റെ പക്കൽ നിന്നുള്ള സഹായവും ബറക്കത്തും ഒക്കെ ലഭിക്കാൻ വേണ്ടിയാണ് എന്നൊരു പ്രാർത്ഥന ഇതിൽ അടങ്ങിയിട്ടുണ്ട്.